नमस्कार नमस्कार 25 है स्ट्रेट एंड राइट थैंक यू मास्क को अपने नाक पर मुंह पर लगाएं और सामान्य रूप से सांस लेते रहें। ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരണപ്പെട്ട നമ്മുടെ രഞ്ജിതയുടെ സംസ്കാര ചടങ്ങുകൾ എല്ലാം തന്നെ അവരുടെ കുടുംബ വീട്ടിൽ ഇന്നലെ വൈകുന്നേരത്തോടെ എല്ലാം വളരെ ഭംഗിയായി നിർവഹിക്കാൻ വേണ്ടി സാധിച്ചു. നമ്മുടെ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് നൂറുകണക്കിന് ആളുകളാണ് ആ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത്. വളരെ വേദനയോടെയായിരുന്നു ആ ചടങ്ങുകൾ എല്ലാം തന്നെ അവിടെ നടന്നത്. അവരുടെ രണ്ട് കുട്ടികളെയും സമാധാനിപ്പിക്കാൻ വേണ്ടി സമൂഹത്തിൻ്റെ നാനാതുറകളിൽപ്പെട്ട സാംസ്കാരിക രാഷ്ട്രീയ ഗ്രൂപ്പുകളിൽപ്പെട്ട എല്ലാവരും തന്നെ അവിടെ എത്തുകയും അന്ത്യോപചാരം അർപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ രഞ്ജിതയുടെ ഭർത്താവ് അവിടെ എത്തി എന്നും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു എന്നും പറഞ്ഞുകൊണ്ട് യൂട്യൂബിൽ ഒരുപാട് വീഡിയോകൾ കാണാൻ വേണ്ടി സാധിച്ചു. പക്ഷേ അതൊന്നും സത്യമല്ല. അദ്ദേഹം ആ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അത് അവിടുത്തെ വാർഡ് മെമ്പർ തന്നെ ഇന്നലെ വ്യക്തമാക്കിയ കാര്യമായിരുന്നു. അത് നമ്മളെ വീഡിയോയിലൂടെ പുറത്ത് വിടുകയും ചെയ്തിരുന്നു. അദ്ദേഹം അതിൻ്റെ മുന്നെയാണ് അവിടെ എത്തിയിരുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ 2 മക്കളെയും സന്ദർശിക്കുകയും അവിടെ ഇരുന്നതിന് ശേഷം കുറച്ച് സമയങ്ങൾക്ക് ശേഷം അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ നമ്മുടെ രഞ്ജിത ഏകദേശം 5 വർഷത്തോളം പ്രണയിച്ചതിന് ശേഷമാണ് കല്യാണം കഴിച്ചിരുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അതുപോലെ തന്നെ അവരുടെ ഒരു കസിൻ സുഹൃത്ത് വഴിയാണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. അദ്ദേഹം രഞ്ജിതയും തമ്മിൽ വളരെ നല്ല സ്നേഹത്തിലായിരുന്നു ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് എന്നും അതിനുശേഷം ഗുജറാത്തിൽ ജോലിക്ക് പോവുകയും അദ്ദേഹം ജോലി കഴിഞ്ഞതിന് ശേഷം അവിടെ പോയി ജോയിൻ ചെയ്ത് സെക്യൂരിറ്റിയായി ജോലി ചെയ്തു എന്നിവരെയുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിനുശേഷമാണ് അവർ സലായിലയിലേക്ക് ജോലി തേടി പോകുന്നത്. ആ സമയത്താണ് അവരുടെ ഭർത്താവ് മദ്യത്തിന് അടിമയാവുന്നതും തിരിച്ചു വന്നപ്പോൾ യാതൊരു കാരണവശാലും തൻ്റെ മക്കൾക്കും തൻ്റെ അമ്മയ്ക്കും തനിക്കും പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്ത വിധം അദ്ദേഹം വളരെ മോശകരമായ രീതിയിലേക്ക് നീങ്ങിയിരുന്നു. അതിനുശേഷമാണ് അവരുടെ വിവാഹമോചനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതുപോലെ തന്നെ ആ രഞ്ജിത എന്ന് പറയുന്ന സ്ത്രീയുടെ ഏറ്റവും വലിയ ഒരു സ്വപ്നമായിരുന്നു അവർ ഇപ്പോൾ പുല്ലാട് നിർമ്മിക്കുന്ന ആ വീട്ടിൽ താമസിക്കുക എന്നുള്ളത്. എല്ലാ നാട്ടുകാരുടെയും വേദനയായി മാറിയ ഒരു വീടായിരുന്നു അത്. അതിലൊരു ദിവസമെങ്കിലും എനിക്ക് മക്കളോടൊപ്പം അതുപോലെ തന്നെ എൻ്റെ സുഖമില്ലാത്ത അമ്മയോടൊപ്പം താമസിക്കണമെന്നുള്ളതായിരുന്നു രഞ്ജിതയുടെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് ആ നാട്ടുകാരനായ അച്ഛൻ തന്നെ ഇപ്പോൾ പറയുന്ന ഒരു വീഡിയോ പുറത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അച്ഛൻ എന്താണ് പറയാനുള്ളത് രഞ്ജിതയെക്കുറിച്ച്, അവരുടെ കുട്ടികളെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ഫാമിലിയെക്കുറിച്ച് നമുക്ക് ആദ്യമായി ഒന്ന് കേൾക്കാം. വേദനകളല്ലാതെ ഈ നാട്ടിലുള്ള ആർക്കും രഞ്ജിതയെക്കുറിച്ച് മറ്റൊരഭിപ്രായം പറയാനില്ല. രഞ്ജിത അവധിയെടുത്ത് മസ്കറ്റിൽ പോയി. രഞ്ജിതയുടെ സ്വന്തം വീട് എനിക്ക് തൊട്ടയലത്തായിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് അവധി കഴിഞ്ഞ് തക്ക സമയത്ത് മടങ്ങി വന്നില്ല. അപ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് അതിനുള്ള പേപ്പേഴ്സ് ചെന്നപ്പോൾ റീജോയിൻ ചെയ്യാനുള്ള പേപ്പേഴ്സ് എല്ലാം ശരിയാക്കാൻ വേണ്ടിയാണ് വന്ന് അപ്പോൾ ഇവർ കുഞ്ഞുങ്ങളെയും കൊണ്ട് അമ്മ മീൻസ് വല്യമ്മ കുമ്പഴയായിരുന്നു താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്വന്തം സ്ഥലത്തൊരു വീട് വേണം, അമ്മയും കുഞ്ഞുങ്ങളെയും സ്വസ്ഥമാക്കണം എന്നുള്ളതായിരുന്നു രഞ്ജിതയുടെ ഏറ്റവും വലിയ ആഗ്രഹം. സത്യം പറഞ്ഞാൽ രഞ്ജിത തിരിച്ചു പോയതും രഞ്ജിതയുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു സുഖമില്ലാത്ത തൻ്റെ അമ്മയും കുഞ്ഞുങ്ങളെയും സ്വസ്ഥമാക്കുക എന്നുള്ളത്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നു, കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ എൻ്റെ കൊച്ചുമോൻ പഠിക്കുന്ന സ്കൂളിൽ തന്നെ OEM തന്നെ അവരെ കൊണ്ടുപോയി. മോളെ അവിടെ ചേർത്തു, മോനെ ഇവിടെ അടുത്ത് വേറൊരു സ്കൂളിൽ ചേർത്തു. അത് കഴിഞ്ഞ് പോയി. നിർഭാഗ്യവശാൽ ഏതോ ഒരു പേപ്പറിൽ ഒപ്പിടാനായിട്ട് ബാക്കിയുണ്ടായിരുന്നു. ആ ഒപ്പിടാനായിട്ട് 3 ദിവസത്തെ അവധിക്ക് വന്നു, കണ്ടു, ഒപ്പിട്ടു. എന്നോട് വന്ന് പറഞ്ഞു, അച്ഛാ ഞാൻ എല്ലാ പേപ്പേഴ്സും റെഡിയാക്കിയിട്ടുണ്ട്, ഞാൻ മടങ്ങിപ്പോവുകയാണ്. ഓണത്തിനേക്ക് ഗൃഹപ്രവേശനം വെച്ചിട്ടുണ്ട്, തൽക്കാലം ഒരു മുറി ഒന്ന് ശരിയാക്കി അമ്മയും കുഞ്ഞുങ്ങളെയും കൊണ്ട് അവിടെ ആക്കാം. ഓണം ആകുമ്പോഴത്തേക്ക് എനിക്ക് റീജോയിൻ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ക്രമീകരിക്കും, അപ്പോഴത്തേക്ക് ഇങ്ങ് വരാമെന്ന് പറഞ്ഞു പോയതാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞ വാക്കുകൾ ഏവരുടെയും മനസ്സിനെ പിടിച്ചു കുലുക്കുന്നത് തന്നെയാണ്. കാരണം രഞ്ജിത പങ്കുവെച്ച ഒരുപാട് വീഡിയോയിലും സ്റ്റോറികളിലും എല്ലാം നമ്മൾ വായിച്ചതാണ്. ഇത് തന്നെയാണ് രഞ്ജിതയുടെ ഏറ്റവും വലിയ ആഗ്രഹം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ സുഖമില്ലാത്ത ഈ അമ്മയെയും രണ്ട് എൻ്റെ കുട്ടികളെയും രഞ്ജിതക്കും ഒന്നായിട്ട് ആ പുല്ലാട് എന്ന് പറയുന്ന ഇപ്പോൾ പണിതീരാത്ത ആ വീടിൽ ഒരു മുറി മാത്രം പണി കഴിച്ചുകൊണ്ട് ഈ ഓണത്തിന് അവിടെ വീട്ടിൽ കൂടണമെന്നുള്ള ആഗ്രഹവുമായിട്ടായിരുന്നു രഞ്ജിത നാട്ടിലേക്ക് വന്നത്. ആ കാര്യങ്ങൾ അച്ഛനോട്
ഓർമ്മപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ ക്ഷണക്കത്ത് ഓണത്തിനേക്ക് അടിക്കണം എന്ന് വരെ പറഞ്ഞിട്ടാണ് രഞ്ജിത പോയത് എന്നാണ് അച്ഛൻ പറയുന്നത്. ആ സഹോദരിയുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു ഒരു ദിവസമെങ്കിലും ആ വീട്ടിൽ ഒന്നിച്ച് കഴിയണം എന്നുള്ളത്. ആ വാശിപ്പുറത്ത് തന്നെയാണ് അവർ ലണ്ടനിലേക്ക് ജോലി സന്നദ്ധാർത്ഥം പോയത്. പക്ഷേ ആ ജോലി നിർവഹിക്കുന്നതിനിടയിൽ അവിടുത്തെ കാലാവസ്ഥ കാരണം യാതൊരു കാരണവശാലും രഞ്ജിതയ്ക്ക് പൊരുത്തപ്പെട്ടു പോകാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നാട്ടിലേക്ക് വരണം എന്നുള്ള ഒരു തീരുമാനമെടുക്കാനും അതുപോലെ തന്നെ സുഖമില്ലാത്ത അമ്മയ്ക്കും അതുപോലെ തന്നെ തൻ്റെ മക്കൾക്കും ഇനിയുള്ള കാലമെങ്കിലും എൻ്റെ സ്നേഹവും എനിക്ക് അവരുടെ സ്നേഹവും കിട്ടണം എന്നുള്ള ഒരാഗ്രഹം കൊണ്ട് തന്നെയാണ് രഞ്ജിത നാട്ടിലേക്ക് ജോലിക്ക് വരാൻ തന്നെ തീരുമാനിച്ചിരുന്നത്. എന്നാൽ വിധി അത് അനുവദിച്ചില്ല എന്ന് വേണം പറയാൻ. ബാക്കി കാര്യങ്ങൾ കൂടി അച്ഛൻ പറയാം, അതുകൂടി കേൾക്കാം. സ്നേഹനിധിയായ ഒരു സഹോദരിയായിരുന്നു. റീജോയിൻ ചെയ്യാൻ വൈകിയത് കുറച്ച് പ്രശ്നമായി തോന്നുന്നു. അതുകൊണ്ടാണ് റീജോയിൻ ചെയ്യാൻ വൈകി. അത് പിന്നെ ഫാമിലി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നില്ല, അറിയാമല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് വൈകി. അതുകൊണ്ടാണ് ഗവൺമെൻറ്റിൽ നിന്ന് പിന്നെ പേപ്പേഴ്സ് അയച്ച് ഫർദർ പ്രൊസീഡിങ്സിന് പോകാതിരിക്കണമെങ്കിൽ വന്ന് എത്രയും പെട്ടെന്ന് അതിന് ക്രമീകരിക്കണം. അതുകൊണ്ട് ഓടി വന്ന് റീജോയിൻ ചെയ്യാനുള്ള പേപ്പേഴ്സ് എല്ലാം ശരിയാക്കി കൊണ്ടുപോയത്. അവർ അമ്മയും സ്വസ്ഥമാക്കുക, എന്നിട്ട് തിരിച്ചു വന്ന് ഗവൺമെൻറ് ജോയിൻ ചെയ്തുകൊണ്ട് മക്കളുടെ കൂടെ അമ്മയുടെ കൂടെ സ്വസ്ഥമായിട്ട് ജീവിക്കുക എന്നുള്ളതായിരുന്നു രഞ്ജിതയുടെ ഏറ്റവും വലിയ ഒരു സ്വപ്നം. അത് സാധിച്ചില്ല എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. ഇന്ന് കിട്ടും നാളെ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലിരുന്ന് താമസിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും പിന്നെയും വലിയ ആശങ്കയായി. കാരണം എല്ലാ ബോഡികളും ഐഡൻറ്റിഫൈ ചെയ്തിട്ടും രഞ്ജിതയുടെ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല. ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം ഞങ്ങളുടെയൊക്കെ മുമ്പിൽ ഉയർന്നു. അതിനിടയിലും ചില ന്യൂസിൻ്റെ ഒക്കെ അടിയിലുണ്ടായിരുന്നു അത് രഞ്ജിത അതിലില്ലാതിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട്. തീർച്ചയായിട്ടും അതൊക്കെ ഞങ്ങളുടെ ഒരു രഞ്ജിത അവിടുന്ന് ഓടിപ്പോയിരുന്നെങ്കിൽ എന്നൊക്കെയുള്ള ഒരു ചിന്ത. അപ്പോൾ ഇനി ബോഡി ഒരുപക്ഷെ കിട്ടിയില്ല എങ്കിൽ എല്ലാം നമുക്കെല്ലാം നമ്മുടേതായിട്ടുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും ഉണ്ടല്ലോ. ഞങ്ങളുടെ ഈ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വ്യത്യാസം കൂടാതെ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി. അതുകൊണ്ട് അടുത്തതെന്താ മതാചാരപ്രകാരം ചെയ്യാനുള്ളതെന്നൊക്കെ മനസ്സിൽ ചിന്തിച്ച ഒരു സമയത്ത് എന്തായാലും ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു മറുപടി തരണം. ഭാഗ്യത്തിന് ഇന്നലെ രാവിലെ രഞ്ജിതയുടെ ബോഡി അമ്മയുടെ DNA റിസൾട്ട് വെച്ച് മാച്ച് ചെയ്ത് കിട്ടിയെന്നറിഞ്ഞു. അച്ഛൻ പറയുകയാണ്, ഒരു സമയത്ത് ഏകദേശം എല്ലാവരുടെ മൃതദേഹവും കിട്ടിയിരുന്ന സമയത്ത്, ഞങ്ങളുടെ രഞ്ജിതയുടെ മാത്രം തിരിച്ചറിയാതിരുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും ഒരുപാട് സങ്കടപ്പെട്ടു പോയി എന്ന് അദ്ദേഹം പറയുകയാണ്. അതുപോലെ തന്നെ ഒന്നായി ഇരുന്നു കൊണ്ട് അവരുടെ മതപ്രകാരമുള്ള ചടങ്ങുകൾ വരെ എങ്ങനെ ചെയ്യും എന്നുള്ള ഒരു ചർച്ച അവിടെ നടക്കുകയുണ്ടായി എന്നാണ് അച്ഛൻ പറയുന്നത്. അതിനുശേഷം അവർ കൂട്ടായിരുന്ന് പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. ജാതി വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നായിക്കൊണ്ട് ഇരുന്നു കൊണ്ട് നമുക്ക് അതിനൊരു ഉത്തരം തരണേ എന്ന് ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്താണ് ആദ്യമായിട്ട് രഞ്ജിതയുടെ മൃതദേഹം അവരുടെ സഹോദരൻ്റെ DNA ടെസ്റ്റ് സാമ്പിൾ വെച്ചായിരുന്നു പരിശോധിച്ചത്. അതിൽ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിരുന്നില്ല. എല്ലാവരും മൃതദേഹം തിരിച്ചറിഞ്ഞ സമയത്തും രഞ്ജിതയുടെ മാത്രമായിരുന്നു ബാക്കി. അതാണ് അച്ഛൻ പറഞ്ഞത്. 11 ദിവസവും പ്രാർത്ഥനയിലായിരുന്നു ഒരു നാട് മുഴുവൻ. അതിനുശേഷം അമ്മയുടെ DNA സാമ്പിൾ എടുത്ത് പരിശോധിച്ചപ്പോഴാണ് അവസാനമായി നമ്മുടെ രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിയാൻ വേണ്ടി സാധിച്ചത്. അത് ആ നാട്ടിന് വലിയ ഒരു ആശ്വാസമായിരുന്നു എന്നാണ് അച്ഛൻ പറയുന്നത്. തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു വിവരം ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നവർ പ്രാർത്ഥിച്ചപ്പോൾ തീർച്ചയായിട്ടും മരിച്ചാലും ആ വിവരം കിട്ടി അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബോഡി അവർക്ക് കിട്ടുമെന്നുള്ള ഒരു ആശ്വാസം ആ കുടുംബത്തിന് കൊടുക്കാൻ വേണ്ടി സാധിച്ചു. അത് വളരെ വലിയ ഒരു ആശ്വാസമായിരുന്നു എന്നാണ് അച്ഛൻ പറയുന്നത്. ഒരു പക്ഷേ ഇത് കിട്ടാൻ താമസിച്ചപ്പോൾ അവർ പറയുകയാണ്, രഞ്ജിത എങ്ങോട്ടെങ്കിലും ഓടിപ്പോയിരുന്നെങ്കിൽ എന്നിവരെ ഞങ്ങൾ ആഗ്രഹിച്ചു പോയി എന്ന് പറഞ്ഞാൽ വിമാനത്തിലേക്ക് കയറുന്ന സമയത്ത് എന്തെങ്കിലും ഫ്ലൈറ്റ് മിസ്സായിക്കൊണ്ട് ആ വിമാനത്തിൽ ഞങ്ങൾ രഞ്ജിത ഉണ്ടാവരുതേ എന്നുവരെ ഒരു നിമിഷത്തിൽ ആ നാട് മൊത്തം പ്രാർത്ഥിച്ചു പോയി എന്നാണ് അച്ഛൻ പറയുന്നത്. അത്രയ്ക്കും ഒരു പ്രിയപ്പെട്ട ഒരാളായിരുന്നു ആ നാടിനെ സംബന്ധിച്ച് രഞ്ജിത എന്ന് പറയുന്ന കുട്ടി. ഒരുപാട് ജീവിതത്തോട് മല്ലിട്ടു, ജീവിതത്തിൽ പരാജയപ്പെട്ടു. എങ്കിലും തൻ്റെ മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ തൻ്റെ സുഖമില്ലാത്ത തൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഒരു നേരമെങ്കിലും തന്നെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ള ഒരു ആത്മവിശ്വാസം അത് തന്നെയായിരുന്നു പോരാടാൻ
ആ സ്ത്രീയെ പ്രേരിപ്പിച്ചത്. ഒന്നുകൊണ്ട് മടങ്ങി വീട്ടിൽ ഒതുങ്ങിയിരിക്കാൻ വേണ്ടി ആ സ്ത്രീ തയ്യാറായിരുന്നില്ല. ജീവിതം തുടങ്ങിയ കാലം തൊട്ടേ ആ ജീവിൻ്റെ നെടുംതൂണായി മാറാൻ ആ സ്ത്രീക്ക് സാധിച്ചു. സ്വന്തം ഭർത്താവ് വേണ്ട എന്ന് വെച്ച് അവരെ ഒഴിവാക്കി പോയെങ്കിലും തീർച്ചയായിട്ടും തൻ്റെ മക്കൾക്ക് ഞാൻ മാത്രമാണ് ഉള്ളത് എന്നുള്ള തിരിച്ചറിവ് രഞ്ജിതയ്ക്ക് എന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സലാലയിൽ പോയി ജോലി സന്നദ്ധാർത്ഥം 9 വർഷം പിന്നിട്ട ശേഷമാണ് അവിടെ നിന്നും പരീക്ഷ എഴുതി വീണ്ടും ലണ്ടനിലേക്ക് നമ്മുടെ രഞ്ജിത പോയത്. ആ ലണ്ടനിലേക്ക് പോയതിന് ശേഷവും തിരിച്ച് നാട്ടിലേക്ക് വരാൻ ഒരുപാട് സ്നേഹവും ഒരുപാട് മനസ്സും കൊതിച്ചിരുന്നു തൻ്റെ മക്കളൊപ്പം ഒന്ന് ജീവിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ദൈവം അതിന് അനുവദിച്ചില്ല. ആ വീട്ടിൽ ഒരു ദിവസമെങ്കിലും ഇരിക്കാൻ നമ്മുടെ രഞ്ജിതയ്ക്ക് സാധിച്ചില്ല എന്നുള്ളൊരു വിഷമം മാത്രം ബാക്കിയാക്കി രഞ്ജിത എല്ലാവരെയും വിട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും അവർക്ക് ആ പരലോക ജീവിതം സുഖപ്രദമാക്കി കൊടുക്കട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.